തിരുവിതാംകൂറിന്റെ രാജവീഥിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെ രാജ്യസ്ഥാനത്തേക്ക് ഒരു യാത്ര. തിരുവനന്തപുരത്ത് നിന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏകദേശം 800-850 രൂപയുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് തിരുച്ചെന്തൂർ ശ്രീ മുരുകക്ഷേത്രം. തമ്പാനൂരിൽ നിന്ന് നമുക്ക് ബസ് കയറാനായിട്ട് പറ്റും. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുമാസ് കഫേ കരമനിന്ന് കഴിച്ചിട്ടാണ് തമ്പാനൂരിലെത്തിയത്. തമ്പാനിൽ നിന്നും നാഗർകോവിലേക്കുള്ള ബസ്സാണ് കയറിയത്. ഏകദേശം 2 മണിക്കൂറാണ് നാഗർകോവിൽ എത്താനുള്ള സമയം. 76 രൂപയാണ് ഏകദേശം ഒരാൾക്കുള്ള ടിക്കറ്റ് വരുന്നത്. പോകുന്ന വഴി നല്ല കാഴ്ചകൾ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് നാഗർകോവിൽ എത്തിയ ശേഷം അവിടെ നിന്ന് തിരുച്ചെന്തൂരിലേക്കുള്ള ബസ്സാണ് കയറേണ്ടത്. വാഷ്റൂം യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അവിടെ നല്ല വൃത്തിയുള്ള വാഷ്റൂം ഉണ്ട്, പെയ്ഡാണ്. തിരുച്ചെന്തൂരിലേക്കുള്ള ബസ് 3 മണിക്കൂറാണ് നാഗർകോവിലിൽ നിന്ന് തിരുച്ചെന്തൂർ എത്താനുള്ള സമയം. 82 രൂപയാണ് ഏകദേശം ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് പോകുന്ന വഴിയൊക്കെ കാണുന്നത്. പ്രധാനമായിട്ടും റെഡ് സാൻഡ് ഡെസേർട്ട് ഉണ്ട് അവിടെ. തൂത്തുക്കുടിയാണ് തേരിക്കാട് എന്ന് പറയുന്ന റെഡ് സാൻഡ് ഡെസേർട്ടിൻ്റെ ഏരിയയാണ്, തമിഴ്നാട്ടിൽ തന്നെ. നല്ല ഭംഗിയുള്ള ഡെസേർട്ടാണ്. ചുമന്ന മണ്ണ് കൊണ്ടാണ് ഡെസേർട്ട് മൊത്തം നിറഞ്ഞിരിക്കുന്നത്. ബസ് നേരെ എത്തുന്നത് തിരുച്ചെന്തൂർ ബസ് സ്റ്റോപ്പിലാണ്. അവിടെ നിന്ന് നമുക്ക് അമ്പലത്തിലേക്ക് ഓട്ടോയിൽ പോകാൻ പറ്റും. നടന്നു പോകാൻ പറ്റും എന്നുള്ളവർക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. 100 രൂപ പഠിപ്പിച്ച് വരും. ഞാൻ 12:30 ആയി എത്തിയപ്പോഴേക്കും എനിക്ക് വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കേർഡ് റൈസ് കഴിച്ചു. ഏകദേശം 60 രൂപയൊക്കെ എനിക്കത് കിട്ടുള്ളൂ. അതിനടുത്ത് ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട്. നേരെ ക്ഷേത്രദർശനത്തിലേക്ക് പോയി. AD 875 ഈ ക്ഷേത്രം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ശ്രീമുരുകന്റെ 6 പ്രധാന വാസസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ അമ്പലം. അതുപോലെ തന്നെ പടവീട് എന്നും ഇതിന് പറയുന്നുണ്ട്. ശൂരപത്മാസുരനെ വകവരുത്താനായിട്ട് വേലായുധൻ പട ഒരുക്കിയ സ്ഥാനമാണ് ഇതെന്നാണ് ഐതിഹ്യം. അതുപോലെ തന്നെ സ്കന്ദഷഷ്ടിയുടെ ആരംഭവും ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ വിചിത്രമായൊരു കിണറുണ്ട്. അതിൻ്റെ പ്രത്യേകത അത് നാഴിക കിണറെന്നാണ് പറയുന്നത്. യുദ്ധത്തിൽ ശ്രീമുരുകനെ സഹായിക്കാനായിട്ട് വന്ന ഭൂതഗണങ്ങൾക്ക് ദാഹജലത്തിനായി തൻ്റെ വേല് കൊണ്ട് കുഴിച്ചുണ്ടാക്കിയ കിണറാണിതെന്ന് ഐതിഹ്യം പറയുന്നുണ്ട്. ആണെങ്കിലും കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്തിൻ്റെ വെള്ളം കുടിക്കാൻ യോഗ്യമായിട്ടുള്ളതും ഉപ്പ് കലരാത്തതുമായിട്ടുള്ള വെള്ളമായിട്ട് പറയുന്നുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ പോയ സമയത്ത് അവിടെ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് കിണറിൻ്റെ ഭാഗത്തേക്ക് പോകാൻ പറ്റിയില്ല. പകരം കിണറ്റിലെ വെള്ളം ബക്കറ്റുകളിൽ കോരി ശേഖരിച്ചാണ് ഭക്തജനങ്ങൾക്ക് സ്നാനം ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. ഈ കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും മാറും എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഇവിടെ മറ്റൊരു കാഴ്ച ഉള്ളതെന്ന് പറയുന്നത് വള്ളി ഗുഹയാണ്. നിർഭാഗ്യവശാൽ ഈ പറഞ്ഞ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അതും അടച്ചിട്ടിരിക്കുകയാണ്. ഇതിന് പിന്നിലൊരു കഥയുണ്ട്. ശ്രീമുരുകൻ വള്ളി ദേവിയോട് ഇഷ്ടം പങ്കുവയ്ക്കാനായിട്ട് ശ്രീവിനായകന്റെ സഹായം തേടുകയും അദ്ദേഹം ആനയായിട്ട് വന്ന് ദേവി ഒളിച്ചിരുന്ന ഗുഹയാണ് ഇതെന്നും പറയപ്പെടുന്നു. പ്രധാനമായ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഈ ജൂലൈ 7-ാം തീയതി മുതൽ ഇവിടെ കുംഭാഭിഷേക പൂജകൾ തുടങ്ങുകയാണ്. 8000 ചതുരശ്ര അടി നീളത്തിലാണ് സ്വർണം നിറത്തിലുള്ള ഈ ഒരു യാഗശാല രൂപീകരിച്ചിരിക്കുന്നത്. 76 യജ്ഞകുണ്ഡങ്ങളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റാനായിട്ടുള്ള പ്രത്യേക സ്ഥലവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അമ്പലത്തിനകത്ത് പ്രധാനമായിട്ടും ഫോണും ക്യാമറയും ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എനിക്ക് ചിത്രങ്ങൾ എടുക്കാനോ ചിത്രീകരിക്കാനോ കഴിഞ്ഞിട്ടില്ല. കുറച്ച് നല്ല നേരം നീണ്ടു നിൽക്കുന്ന ഒരു ക്യൂ ഉണ്ട് അതിനകത്ത്. കുംഭാഭിഷേകം ആയതുകൊണ്ട് തന്നെ പല വിഗ്രഹങ്ങളും തുണി കൊണ്ട് മൂടിയ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ശ്രീകോവിലിനകത്ത് ശ്രീമുരുകന്റെ പ്രധാന വിഗ്രഹവും മൂലവിഗ്രഹവും ഉണ്ട്. മൂലവിഗ്രഹത്തിന്റെ മുഖം ഒരു പോളിഷ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഡച്ച് അധിനിവേശ കാലഘട്ടത്തിൽ ഡച്ച് സൈനികര് ഷൺമുഖ വിഗ്രഹം സ്വർണമാണെന്ന് കരുതി കവർന്നുകൊണ്ട് കപ്പലിൽ പോവുകയും യാത്രാമധ്യയില് വലിയ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനവും കാറ്റും കൂറ്റൻ തിരമാലകളും രൂപപ്പെടുകയും വിഗ്രഹത്തിന്റെ കാരണം കൊണ്ടാണ് എന്ന് വിചാരിച്ച് കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. അവിടുത്തെ ഒരു പ്രാദേശിക രാജാവിൻ്റെ ഒരു 4 വർഷത്തിന് ശേഷം ഒരു സ്വപ്നത്തില് ശ്രീമുരുകൻ പ്രത്യക്ഷപ്പെടുകയും ആ വിഗ്രഹം കടലിൽ ഏത് സ്ഥാനത്തുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അവരത് കണ്ടുപിടിക്കുകയും അത് പുനർപ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തു. ആ വിഗ്രഹമാണ് ഈ കാണുന്നത്. കടൽ വെള്ളത്തിൽ വീണ് തേയ്മാനങ്ങൾ സംഭവിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. തൊഴുതിറങ്ങുമ്പോഴേക്കും കുംഭാഭിഷേകത്തിൻ്റെ ആനയും ചെണ്ടമേളങ്ങളും ഒക്കെ കണ്ടു. കുംഭാഭിഷേകത്തിന് തമിഴ്നാടിൻ്റെ പല ഭാഗത്തു നിന്നും 16 നദികളിൽ നിന്നായി ജലം കൊണ്ടുവരുന്നുവെന്നും കാശി, രാമേശ്വരം മുതലായ പുണ്യസ്ഥലങ്ങളിൽ നിന്നും ജലം കലശത്തിൽ നിറയ്ക്കാനായിട്ട് കൊണ്ടുവരുന്നുവെന്നും പറയുന്നു. തിരുച്ചെന്തൂർ കടലിലെ ജലവും ഈ കലശം നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഈ ജലമെല്ലാം ആനപ്പുറത്താണ് കൊണ്ടുവരുന്നത്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ കുംഭാഭിഷേകം നടക്കുന്നത്. ഏകദേശം
5 മണിയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ നിന്ന് തിരിക്കാൻ പറ്റുകയാണെങ്കിൽ 10 മണിയോളം സമയമാകുമ്പോഴേക്കും തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്താനായിട്ട് പറ്റും. നാഗർകോവിലേക്കാണ് ആദ്യത്തെ ബസ് പോകുന്നത്. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെ എപ്പോഴും തിരുവനന്തപുരത്തേക്ക് ബസ് ഉണ്ട്. ഏകദേശം ഒരു ദിവസത്തെ യാത്രയെ ഇതിന് വരുന്നുള്ളൂ. വെറും 800 രൂപ 850 രൂപയ്ക്കകത്ത് ചെലവ് മാത്രമേ കറക്റ്റായിട്ട് ഇതിന് വരുന്നുള്ളൂ. എന്തായാലും അടുത്ത ഒരു യാത്രയും വിവരവുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.